പവർ കാണിക്കാൻ പോയി അവസാനം പറിയായി തിരിച്ചു വന്ന 3 പേരെ കാണിച്ചിട്ടുണ്ട്. സംഭവം പാലസ്തീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഉദ്ദേശിച്ചെങ്കിലും പക്ഷെ ചെയ്തത് വെറും മണ്ടത്തരായി എന്നേ പറയാനുള്ളൂ. പാലസ്തീനെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അതൊക്കെ നിങ്ങളുടെ മാത്രം പേഴ്സണൽ. അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നിങ്ങൾക്കുണ്ട് എന്ന് കരുതി ഇമാതിരി പൊട്ടത്തരൊക്കെ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. വെറും പട്ടിഷോ, വെറും പ്രഹസനം മാത്രമാണ്. സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഹസനം മാത്രമായിട്ട്. അതുമല്ല, ഇത്രയും നാൾ പാലസ്തീനിൽ ഓരോ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അല്ലെങ്കിൽ അവിടുത്തെ ഓരോ ഇഷ്യൂസ്, ഓരോ വീഡിയോസ് കാണുമ്പോഴും ഇവിടെയുള്ള ഓരോ ജനങ്ങൾക്കും അതിൻ്റെതായ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും നാളും പലരും സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇമാതിരി പട്ടി പ്രഹസനം അല്ലെങ്കിൽ കുറേ ആൾക്കാരുടെ പട്ടി ഷോ കണ്ട് അവരോടുള്ള വിഷമം മൊത്തം വെറുപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സീരിയസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. കാരണം അതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് പാലസ്തീൻ്റെ പേരും പറഞ്ഞു നിങ്ങൾ പട്ടിഷോ അല്ലെങ്കിൽ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ആൾക്കാർ. ഇനിയിപ്പം കണ്ട അർജന്റീന കേരളത്തിൽ വരുന്നുണ്ട്. ഇനി ആരൊക്കെ എന്തൊക്കെ കാണിക്കാൻ പോകുമെന്ന് കണ്ടറിയണം. ഇനി ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് എന്നെ സംഖ്യയാക്കും, വർഗീയവാദിയാക്കും. ഇനി പ്രത്യേകിച്ച് ആക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഉടനെ തന്നെ എന്നെ സംഖ്യയാക്കി, വർഗീയവാദിക്ക്, അങ്ങനെ പല പേരും എനിക്കിപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ എൻ്റെ വീഡിയോ മുന്നേ കണ്ടവർക്കൊക്കെ അറിയാം ഞാൻ എങ്ങനെയാണ് വീഡിയോ ഇടുന്നത്, അല്ലെങ്കിൽ വർഗീയവാദിയാണോ സംഖ്യയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇവർ മെയിനായിട്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട്, പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോഴോ അത് കണ്ടിട്ടും കാണാത്ത പോലെ നീയൊന്നും മനുഷ്യനല്ല, നിനക്കൊന്നും മനുഷ്യത്വമില്ല, ചക്ക മാങ്ങ തേങ്ങ എന്നൊക്കെ. പിന്നെ ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്മാരോടും ഒരേപോലെ തോന്നും, എല്ലാവർക്കും വേണ്ടി ഒരേപോലെ സംസാരിക്കണം. അല്ലാതെ ഈ സെലക്റ്റീവായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, സെലക്റ്റീവായിട്ടുള്ള ആൾക്കാരോട് മാത്രം മനുഷ്യത്വം തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് മനുഷ്യത്വം എന്നല്ല. സോ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യും. പക്ഷേ ഈ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു പ്രഹസനമായി മാറും. പിന്നെ പ്രഹസനമായി മാറുമ്പോഴാണ് ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കൂടി എതിർത്തുകൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ അവരെ കൂടി വെറുപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്.